ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന കഥയിലെ ബോയ് എന്ന കഥാപാത്രത്തിനെക്കുറിച്ചൊരു കുറിപ്പ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. പിന്നെ നിങ്ങളാദ്യമായാണോ ഈ ചാനലിലെത്തിയത്? എങ്കിൽ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ, ഉപകാരപ്പെടും. ഒരു ലൈക്കും ക്ലാസ്മേറ്റുകൾക്ക് ഷെയറും ചെയ്ത് ഒന്ന് ഉഷാറാക്കിയെന്നേ. എന്നാൽ ഈ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. Question. Prepare a character sketch of the boy in Adventures in a Banyan Tree. The boy. The unnamed boy in Adventures in a Banyan Tree is a curious and imaginative young protagonist who lives with his grandparents in a house surrounded by a sprawling garden in the town of Dera, nestled at the foot of the Himalayas. ഹിമാലയത്തിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഡെഹ്റ പട്ടണത്തിലെ വിശാലമായ പൂന്തോട്ടത്താൽ ചുറ്റപ്പെട്ട ഒരു വീട്ടിൽ ഗ്രാൻഡ്പാരന്റ്സിനൊപ്പം താമസിക്കുന്ന ഭാവനാസമ്പന്നനും ജിജ്ഞാസുവുമായ യുവനായകനാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന കഥയിലെ പേരില്ലാത്ത ആൺകുട്ടി. He finds his haven in the majestic banyan tree that graces his grandfather's property, claiming it as his domain. മുത്തച്ഛന്റെ പ്രോപ്പർട്ടിയിലെ അതിഗംഭീരമായ ആൽമരത്തിൽ അവൻ തന്റെ സങ്കേതം കണ്ടെത്തുകയും അത് തന്റെ ഡൊമെയ്നാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. He constructs a small platform among its branches, devours a diverse range of literary treasures, escaping into fantastical worlds with books like Treasure Island and The Jungle Book. മരത്തിന്റെ ശാഖകൾക്കിടയിൽ അവനൊരു ചെറിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് അവിടെ വെച്ച് വൈവിധ്യമാർന്ന സാഹിത്യകൃതികൾ ആർത്തിയോടെ വായിക്കുന്നു. ട്രഷർ ഐലൻഡ്, ദി ജംഗിൾ ബുക്ക് തുടങ്ങിയ പുസ്തകങ്ങളിലെ അതിശയകരമായ ലോകങ്ങളിലേക്ക് ഊളിയിടുന്നു. His bond with the natural world is exemplified through his tender relationship with a young grey squirrel, earning the creature's trust through kindness and shared treats. പ്രകൃതി ലോകവുമായുള്ള അവന്റെ ബന്ധം ചാരനിറത്തിലുള്ള ഒരു അണ്ണാൻ കുഞ്ഞുമായുള്ള ആർദ്രമായ ബന്ധത്തിലൂടെ ഉദാഹരിക്കുന്നു. ദയാവായ്പോടെ പെരുമാറുകയും ഭക്ഷണം നൽകുകയും ചെയ്ത് അവൻ ആ ജീവിയുടെ വിശ്വാസം നേടിയെടുക്കുന്നു. Compassionate towards wildlife, he appreciates the mungoose's role as a guardian against snakes, and forgives the squirrel's pilfering habits. വന്യജീവികളോട് അനുകമ്പയുള്ള കുട്ടി പാമ്പുകൾക്കെതിരായ സംരക്ഷകനെന്ന നിലയിൽ മംഗൂസിന്റെ പങ്കിനെ വിലമതിക്കുകയും കുഞ്ഞു അണ്ണാറക്കണ്ണന്റെ മോഷണശീലങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്നു. The boy's keen observational skills and deep respect for wildlife are evident, as he witnesses the intense battle between a mongoose and a cobra, silently cheering for the mongoose, a garden sentinel, encouraged by his grandfather. കീരിയും മൂർഖനും തമ്മിലുള്ള തീവ്രമായ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ തന്റെ മുത്തച്ഛൻ പ്രോത്സാഹിപ്പിച്ച തോട്ടം കാവൽക്കാരനായ കീരിക്കു വേണ്ടി അവൻ നിശബ്ദമായി ചിയേഴ്സ് വിളിക്കുന്നു. ഇതിൽ അവന്റെ സൂക്ഷ്മ നിരീക്ഷണ പാടവവും വന്യജീവികളോടുള്ള അഗാധമായ ബഹുമാനവും പ്രകടമാണ്. His sense of wonder extends to the unexpected friendship between his grandfather's white rat and a grey squirrel, leading to the astonishing birth of white squirrels. വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളുടെ വിസ്മയകരമായ ജനനത്തിലേക്ക് നയിച്ച വൈറ്റ് റാറ്റിന്റെയും ഗ്രേ സ്ക്വിറലിന്റെയും അപ്രതീക്ഷിത സൗഹൃദം അവന്റെ ആശ്ചര്യം വർദ്ധിപ്പിക്കുന്നു. Respectful of his grandfather's knowledge, he readily accepts the explanation for these unusual creatures. തന്റെ മുത്തച്ഛന്റെ അറിവിനെ മാനിച്ച് ഈ അസാധാരണ ജീവികളുടെ ജനനത്തിനെക്കുറിച്ചുള്ള വിശദീകരണം അവൻ എളുപ്പത്തിൽ സ്വീകരിക്കുന്നു. The boy's days in the banyan tree, observing life below and interacting with the creatures around him, depict a young naturalist deeply connected to the environment and enriched by books and the garden's living tapestry. ആൽമരത്തിലിരുന്ന് താഴെയുള്ള ജീവിതം നിരീക്ഷിക്കുകയും ചുറ്റുമുള്ള ജീവജാലങ്ങളുമായി ഇടപഴകുകയും ചെയ്യുന്ന ആൺകുട്ടിയുടെ ദിനങ്ങൾ, ഗാർഡൻ, ബുക്സ് എന്നിവ നൽകുന്ന അറിവിനാൽ സമ്പന്നനായ പരിസ്ഥിതിയുമായി അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു യുവ പ്രകൃതിശാസ്ത്രജ്ഞന്റെ ചിത്രം വരയ്ക്കുന്നു. His character is a charming blend of curiosity, imagination, and a deep appreciation for the natural world. ഈ കഥയിലെ കഥാപാത്രമായ ബോയ് ജിജ്ഞാസയുടെയും ഭാവനയുടെയും പ്രകൃതി ലോകത്തോടുള്ള ആഴമായ വിലമതിപ്പിന്റെയും സമന്വയമാണ്. കഴിഞ്ഞുട്ടോ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതെന്തായാലും കമന്റ് കോളത്തിൽ ഒന്നെഴുതിക്കോളൂ. ഒത്തിരി നന്ദിയുണ്ട് ട്ടോ. ബൈ.